ജീസസ് പ്രസൻസ് മൊമെന്റ്സ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ നിമിഷങ്ങൾ. ഇതാ ബ്രദർ എസ് ജെ മനോമോഹൻ. ഇദ്ദേഹത്തിന്റെ യോഗങ്ങളിൽ അനേകായിരങ്ങൾ കടന്നു വരികയും യേശുവിനെ രോഗത്തിൽ നിന്നും പാപത്തിൽ നിന്നും അന്ധകാര ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ബ്രദർ മനോമോഹന്റെ ഹോപ്പ് ഇൻ ജീസസ് ശുശ്രൂഷയുടെ TV പ്രോഗ്രാമിലൂടെ യേശു അനേകർക്ക് അത്ഭുത രോഗസൗഖ്യം നൽകുന്നു. അനേകം മാറാരോഗങ്ങൾ സൗഖ്യമാകുന്നു. ട്യൂമറുകൾ അലിഞ്ഞ് അപ്രത്യക്ഷമാകുന്നു. ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്നു. ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നു. മദ്യപാന ആസക്തിയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. പാപങ്ങളും ഭാരങ്ങളും പൈശാചിക ബന്ധനങ്ങളും മാറിപ്പോകുന്നു. എല്ലാരും ശബ്ദം വരുത്തി പറഞ്ഞാട്ടെ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യന. എല്ലാരും പാടിയാട്ടെ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീയും. കരങ്ങൾ വീശി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോപ്പ് ഇൻ ജീസസിന്റെ വിവിധ ശുശ്രൂഷയിലൂടെ യേശു ചെയ്ത അത്ഭുത വിടുതലിന്റെ സാക്ഷ്യം ശ്രദ്ധിച്ചാലും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സേവ്യർ. ഞാൻ പരിയാരം മുടിക്കാനം ഇടവകയിൽ നിന്ന് വരുന്നതാണ്. 10 വർഷമായിട്ടുണ്ടാകുന്ന വേദനയാണ്. പലപ്പോഴൊക്കെ സ്ഥിരമായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല എനിക്ക്. ഇപ്പോൾ 6 മാസത്തോളമായി ഞാൻ വേദനയോട് കഷ്ടപ്പെടുകയാണ്. ചികിത്സയെല്ലാം ചെയ്തു. ഇപ്പോഴിവിടെ വന്നപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ വടി കുത്തിയിട്ടാണ് വന്നത്. വടി കുത്തിയത്തിന് ശരിക്കും നടക്കാൻ പറ്റിയില്ല. അത് സാറ് പ്രാർത്ഥിച്ച് എന്നോടൊന്ന് വടിയില്ലാണ്ട് നടക്കാൻ പറഞ്ഞു. നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. ഇപ്പം ഇവിടെ നിന്ന് ഡാൻസ് വെച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കർത്താവിന് സാക്ഷിയാണ്. ഞാൻ ഈ സേലത്ത് നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ട് വരുമ്പോൾ ട്രെയിനിൽ കയറാൻ എനിക്ക് കഷ്ടമായിരുന്നു. ഓട്ടോറിക്ഷയിൽ കയറാൻ എനിക്ക് കഷ്ടമായിരുന്നു. എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ചെട്ടയ്ക്കൂടെ ലിക്വിഡ് ഇല്ലാത്തതിനാൽ ബോൺ ഇങ്ങനെ തേഞ്ഞുകൊണ്ടിരിക്കും. വേദനയായിരുന്നു. ഞാൻ വരുമ്പോൾ നീൽ ക്യാപ്പ് വാങ്ങി ഇട്ട് കാലിലിട്ടുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇന്നലെ വരയ്ക്കും ഞാൻ അത് അവിടെ ഇട്ടായിരുന്നു കാലയിൽ. ഇന്ന് കാലത്തെ ഞാൻ വിശ്വാസത്തോടെ അത് ഊരി അവിടെ വെച്ചിട്ട് ഇന്ന് ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കാലിന് മുട്ടി കിട്ടിയില്ലെങ്കിൽ എൻ്റെ വിശ്വാസം എന്താണ് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടാണ് ഇവിടെ കയറി വന്നത്. ഞാൻ ഇന്ന് മുഴുവനും നീൽക്കാപ്പില്ലാതെ കൂടി സുഖത്തോടെ ഇരുന്നു. കാലത്തെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിവിടെ പരിശുദ്ധാത്മാവിൽ മുങ്ങി എഴുന്നേറ്റായിരുന്നു. ഇപ്പോഴും എനിക്ക് അനുഭവം. ഞാൻ എൻ്റെ കാലുകൾ കൊണ്ട് തുള്ളിച്ചാടിയായിരുന്നു. എനിക്ക് വേദനയൊന്നുമില്ല. കർത്താവ് എനിക്ക് നല്ല
ഇതേ അത്ഭുതം ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി യേശു ചെയ്യും. വിശ്വാസത്തോടെ തുടർന്ന് ശ്രദ്ധിച്ചാലും. കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ഹഗ്ഗായി 2:9 വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഈ ആലയത്തിന്റെ പിമ്പത്തെ മഹത്വം മുമ്പിലെത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. അതെ, ദൈവത്തിന്റെ ആലയത്തിലെ മഹത്വം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഇനിയുള്ള ദിവസങ്ങളിൽ അധികമായി വർദ്ധിച്ചു വരും. ദൈവമഹത്വം ദൈവത്തിന്റെ ആലയത്തിൽ വർദ്ധിച്ചു വരും എന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. 2 ദിനവൃത്താന്തം 7:12 വേദപുസ്തകം പറയുന്നു, ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ച് എല്ലാവരും ഒരുമിച്ച് ലേവ്യ പുരോഹിതന്മാരുമായി ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും തുടങ്ങിയപ്പോൾ ദൈവ മഹത്വം ആലയത്തിലേക്ക് ഇറങ്ങി വന്ന് ആലയത്ത് മുഴുവനായി ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നപ്പോൾ, ദൈവമഹത്വം ആലയത്തിൽ ഇറങ്ങി വന്നപ്പോൾ പുരോഹിതന്മാർക്ക് പോലും ശുശ്രൂഷ ചെയ്യുവാൻ നിൽക്കുവാൻ കഴിയാതെ എല്ലാവരും താഴെ വീഴുവാൻ ഇടയായി തീർന്നു. എന്താകുന്നു ദൈവത്തിന്റെ ആലയം? 1 കൊരിന്ത്യർ 3:16 വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ദി ഓൾമൈറ്റി ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയം ആകുന്നു. അതെ, ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ മഹത്വം ഈ പുതിയ വർഷത്തിൽ അധികമായി വർദ്ധിച്ചു വരും എന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം അധികമായി വർദ്ധിച്ചു വരും. 1 കൊരിന്ത്യർ 5:17 വേദപുസ്തകം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീരുന്നു. നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, നിങ്ങളുടെ പാപത്തെ ഉപേക്ഷിച്ചു കളയുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ കഴുകുമ്പോൾ, നിങ്ങൾ സകലത്തിലും പുതിയതായി തീരും. 1 യോഹന്നാൻ 4:4 വേദപുസ്തകം പറയുന്നു, നിങ്ങളിൽ ഉള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. നിങ്ങളിൽ ഉള്ളവൻ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, all his power and glory, യേശു നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിപ്പാൻ ഇടയായി തീരും. ഈ ലോകത്തിലുള്ളവൻ ശത്രുവാകുന്ന പിശാച് ആകുന്നു. നിങ്ങളിലുള്ള യേശു ഈ ലോകത്തിലുള്ള പിശാചിനേക്കാൾ വലിയവൻ ആകുന്നു. എബ്രായർ 1:3 വേദപുസ്തകം പറയുന്നു, അവൻ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭ ആകുന്നു. വീണ്ടും കൊലോസ്യർ 2:9 വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ സർവസമ്പൂർണതയും കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഗ്ലോറിയസ് ഇമേജ് ആകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6:5 വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യെശയ്യാവ് ഈ ദൈവമഹത്വം ദർശിച്ചപ്പോൾ യെശയ്യാവ് പാപബോധമുള്ളവനായി തീർന്നു. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ നടുവിൽ ഞാൻ പാർക്കുന്നു എന്ന് യെശയ്യാവ് നിലവിളിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായി തീർന്നു.